ഞാൻ നിങ്ങൾ സൂക്ഷ്മത എന്താ സൂക്ഷ്മത പുലർത്താത്തെന്ന് പറഞ്ഞേ. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ടീമിനെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ആ ഡേറ്റ് പ്രഖ്യാപിക്കുകയോ സ്ക്വാഡ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണം, അതുപോലെ ഈ സ്റ്റേഡിയം യോഗ്യമാണോ, അതൊക്കെയല്ല ആദ്യം. അതാണ് ഞാൻ നിങ്ങൾ ആദ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞില്ലേ. എന്താണ് പറയുക, ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താണ് ഞാൻ പറഞ്ഞത് ഈ നവംബർ മാസം 10 തുടങ്ങി 18 വരെയുള്ള വിൻഡോയിൽ കളി നടത്തുമെന്ന് പറഞ്ഞത് ആരാ? പിന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ്. എങ്ങനെയാണ് അവർക്കത് പറയാൻ കഴിയുക? എന്താ പറയുക, ഈ വിൻഡോ ഫിഫ നമുക്കായിട്ട് അനുവദിച്ചു, കേരളത്തിൽ കളിക്കാൻ അനുവദിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്, അനൗൺസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണ് ഒരു സ്റ്റേഡിയം രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, ആ നമ്പർ ഈ സ്റ്റേഡിയത്തിന് ഇല്ല. അപ്പോഴാണ് അറിയുന്നത് ഇതിന് അപ്രൂവൽ ഇല്ല, ഈ സ്റ്റേഡിയം അപ്രൂവൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത ഫോർമാറ്റ് എന്താ? അപ്രൂവലിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് നേരത്തെ നമുക്കറിയാമെങ്കിൽ നമ്മൾ ഈ സ്റ്റേഡിയം നിശ്ചയിക്കുമോ? നിങ്ങൾ ചിന്തിച്ചാൽ പോരെ? ഇത്രയും പൈസ കൊടുക്കി നമ്മൾ നിശ്ചയിക്കുമോ? സംസ്ഥാന സർക്കാരിനും അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ല, ഇന്ത്യയിൽ തന്നെ അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ പറയാം, ഫെഡറേഷന് അറിയില്ലായിരുന്നു, ഫെഡറേഷൻ പോലും അറിയില്ല. ഞാൻ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ സൗദി മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് പോലും അവിടെ നിന്നാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. കായിക മന്ത്രി അവിടെ സംസാരിച്ചപ്പോഴും ഇങ്ങനെ ഒരു കുരുക്ക് അതിനകത്ത് ഉണ്ടെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ പൈസ ഇല്ലാത്ത, ഫിനാൻസ് ഇല്ലാത്ത ആൾക്കാർ, ഒരു മിനിറ്റ്, പിന്നെ ഇതൊക്കെ അറിയാവുന്നിട്ടല്ലാന്നേ. കാരണം ഇന്ത്യയിൽ പണമില്ലാത്ത ആൾക്കാർ ഉണ്ടായിട്ടല്ല. കാരണം ഒരു സ്റ്റേഡിയം നവീകരിച്ച് പണിതതിന് ശേഷം ഒരു കളി കൊണ്ടുവരാൻ വേണ്ടി ആരും റിസ്ക് എടുക്കില്ല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു? വേണ്ടെന്ന് നോക്കുന്നു. പ്രധാനപ്പെട്ട ഇപ്പോൾ റിലയൻസ് പോലെയുള്ള കമ്പനികളുണ്ട്, ISL നടത്തുന്ന കമ്പനിയല്ലേ, അവർക്ക് ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചിൽ കൊണ്ടുവരാം. പക്ഷേ അവരെന്താ വേണ്ടെന്ന് നോക്കുന്നതെന്ന് അറിയോ? ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം പണിഞ്ഞിട്ട് ആ റിസ്ക്കും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. എന്നിട്ട് അവർ കളി നടത്താൻ തയ്യാറല്ല. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ആ വഴിക്കിടാൻ നിശ്ചയിച്ചില്ലല്ലോ. ഈ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫിഫ അപ്രൂവൽ വേണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അയ്യോ ഫിഫ അപ്രൂവലുള്ള സ്റ്റേഡിയം നമുക്കില്ല, അതുകൊണ്ട് എൻ്റെ പൈസയൊക്കെ നഷ്ടപ്പെടും, എൻ്റെ പൈസ തിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിത് ഉപേക്ഷിച്ച് പോയായിരുന്നല്ലോ. ഞാൻ പോയില്ലല്ലോ. ഞാൻ ഇപ്പോഴും എനിക്കിപ്പോഴും കളി നടക്കില്ല എന്നുള്ള ധാരണ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നവംബറിൽ കളി നടക്കില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താ? ശരി, ഞാൻ ഇറങ്ങി തിരിച്ചു, ഞാൻ ഈ സ്റ്റേഡിയം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വൃത്തിയാക്കി പണിത് തരാം എന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ എന്താ പറയുക, അയ്യോ ഞാൻ പണി നിർത്തിയെന്ന് പറഞ്ഞോ? ഞാൻ നിർത്തിയില്ല. ഞാൻ 70 കോടി സ്പെൻഡ് ചെയ്തു. ഇനി 70 കോടി 60 കോടിയോ 100 കോടി ആയിക്കോട്ടെ, ആ പൈസ എത്രയാണോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അതും കൂടെ ഞാൻ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇത് ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുകൂടെ ചൂണ്ടിക്കാണിക്കുക. അതുകൂടെ ഞാൻ പണിതിട്ട് 30 തീയതി ഹാൻഡ് ഓവർ ചെയ്യാം. അതെ, അത് പറയാം. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് എന്താണ്, ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇതെല്ലാം അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോട് കൂടിയിട്ട് അവരാണ് പെർമിഷൻ തരുന്നത്. ഇത് ചെയ്തോളാൻ പറഞ്ഞാൽ ചെയ്യും. ഇപ്പം ഞാൻ പറയാം, ഇന്ന് ഇവിടെ സീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഈ സീറ്റിന്റെ പ്ലാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്, ഇത് ചെയ്തോളാൻ പറഞ്ഞാൽ ചെയ്യും. മനസ്സിലായി? ഇപ്പം 38 എർത്തിങ് കൊടുക്കുന്നുണ്ട്, ഒരു 1.5 കോടി രൂപ റേറ്റ്. എന്നെ സംബന്ധിച്ചോളം 2 എർത്തിങ് ഇട്ട് പോയാൽ മതി. ഞാൻ എന്തിനാണ് ഈ 38 ചെയ്യുന്നത്? ഇത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ അതോ അവൻ ചെയ്ത കുറ്റമാണെന്ന് പറയാൻ കേൾക്കാതിരിക്കാൻ വയ്യാൻ വേണ്ടിയിട്ട് 38 ചെയ്യുന്നുണ്ട്. 2 ഇട്ടിട്ട് പോയാലും മതി. എന്നെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. PWD വന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ 6 ഫീറ്റിൽ മതിൽ കെട്ടാൻ തീരുമാനിച്ച ആളാണ്. എന്നോട് പറഞ്ഞു 6 ഫീറ്റ് പോരാ, 9 ഫീറ്റ് ഹൈറ്റിൽ മതിൽ കെട്ടണം എന്ന് പറയുമ്പോൾ 9 ഫീറ്റിൽ മതിൽ കെട്ടുകയാണ്. അതാ ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്ത് ടെസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഫൗണ്ടേഷന് മേലെ മതിൽ കെട്ടിയാൽ മതി എന്നായിരുന്നു ആദ്യം തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണെന്നറിയോ, മതിൽ പൊളിച്ച് നോക്കുമ്പോൾ അടിയത്തെ ഫൗണ്ടേഷൻ ഇല്ല, മുഴുവൻ പോയി കിടക്കുകയാണ്. കാരണം 10-20 വർഷം മുന്നേ ഉണ്ടാക്കിയ ഫൗണ്ടേഷനാണ്, മുഴുവൻ പോയി. ഇപ്പം എന്താ ചെയ്യുന്നത്? നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും, ആ ഫൗണ്ടേഷൻ മുതിയാൻ 6 അടി താഴെ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് കെട്ടിയിട്ട് മേലെ കയറി അതിന് മേലെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ചെയ്യുന്നത്, PMK ആണ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിപ്പെട്ട ഒന്നാണ്. ആ കമ്പനിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പണം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം അയ്യോ അവിടെ കമ്പനി മരത്തിൻ്റെ കമ്പ് കെട്ടി, ഇവിടെ ചോല കെട്ടി, അവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇത് പൊളിച്ചിട്ട് കണ്ടില്ലേ? അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിൻ്റെ ദോഷം എന്താ? ആ ദോഷം നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ ക്രൂശിച്ചോളൂ, ഒരു ബുദ്ധിമുട്ടോ കാര്യത്തിനകത്തില്ല. ഞാൻ ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചാനലിൻ്റെ ഓണറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനലിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഞാൻ നിങ്ങളെ കാണുന്നുണ്ടല്ലോ, നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, എനിക്കിത് പറയേണ്ട കാര്യമുണ്ടോ? പറയേണ്ട കാര്യമില്ല. കാരണം എന്താ പറയുക, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കള്ളത്തരം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കേൾക്കാൻ പറ്റുന്നവർ കേട്ടോട്ടെ, എന്നെ കളിയാക്കുന്നു. കാരണം ഞാൻ ഈ മാധ്യമങ്ങളുടെ താരാട്ടിൽ വളർന്ന ആളൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുദ്ധിമുട്ടുമില്ല. ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാൻ നിശ്ചയിച്ച കാര്യം അത് നിശ്ചയിക്കുന്നത് ഏതറ്റം വരെ പോകുന്നു അവിടെ വരെ പോകും. ഇനി അത് കഴിഞ്ഞിട്ട് നടക്കുന്നില്ലേ, ശ്രമിക്കാതിരിക്കില്ല.